വിഖ്യാത ചലച്ചിത്രകാരൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. അന്ത്യം 90-ാം വയസ്സിൽ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ. ഇന്ത്യൻ സിനിമയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്യാം ബെനഗൽ വിട പറയുമ്പോൾ 5 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ഇന്ത്യൻ സിനിമയിലെ പകരം വെക്കാനില്ലാത്ത മഹാപ്രതിഭ ശ്യാം ബെനഗൽ അരനൂറ്റാണ്ട് നീളുന്ന തന്റെ ഉജ്ജ്വലമായ ചലച്ചിത്ര സബരിയിലൂടെ ഇന്ത്യൻ സിനിമയുടെ സാംസ്കാരിക നവീകരണത്തിന് ഉദാത്തമായ സംഭാവനകൾ നൽകി. ദാദി സാഹിബ് ഫാൽക്കെ അവാർഡ് ഉൾപ്പെടെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. പത്മശ്രീ, പത്മഭൂഷൺ, ഹിന്ദിയിലെ മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള അവാർഡ് ദേശീയതലത്തിൽ 7 തവണ. 1934 ഡിസംബർ 14 ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലാണ് ജനനം. 1973 റിലീസ് ചെയ്ത അൻകുറിലൂടെയാണ് ആദ്യമായി സംവിധായകനാകുന്നത്. നിഷാന്ത്, ഭൂമിക, ജനൂൻ, ആരോഹൺ, സുബൈദ, ബാരിബരി, സർദാരി ബീഗം, ദി ഫൊർഗോട്ടൻ ഹീറോ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. സമാന്തര സിനിമയുടെ തുടക്കക്കാരനായി പലപ്പോഴും കണക്കാക്കപ്പെട്ട അദ്ദേഹം 1970-കൾക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രകാരന്മാരിൽ ഒരാളായി. 70-കളിലും 80-കളിലും ഇറങ്ങിയ ചിത്രത്തിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. ചലച്ചിത്ര സബരിയുടെ സമ്പന്നതയും വൈവിധ്യവുമെല്ലാം ബെനഗൽ ചിത്രങ്ങളെ എല്ലാ കാലത്തും പ്രശംസനീയമാക്കി. ഇന്ത്യൻ സമാന്തര സിനിമയുടെ ദേശീയ ചരിത്രത്തെ കൂടി പല രീതികളിൽ ബെനഗലിന്റെ ചലച്ചിത്ര സബര്യ രേഖപ്പെടുത്തുന്നുണ്ട്. ബെനഗൽ ചിത്രങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് അമൂല്യമാകുന്നു. അഭിനേതാക്കളെ ഉപയോഗിക്കുന്നതിലും ഛായാഗ്രഹണം, ശബ്ദലേഖനം, സംഗീതം തുടങ്ങിയ മേഖലകളിലെല്ലാം ശ്യാം ബെനഗലിന്റെ കൈയടക്കം ശ്രദ്ധേയമാണ്. നസ്രുദ്ദീൻ ഷാ, ഓം പുരി, ശബാന ആസ്മി, സ്മിത പാട്ടീൽ, അമീഷ് പുരി തുടങ്ങിയ അതുല്യ പ്രതിഭകളെ ഇന്ത്യൻ സിനിമയ്ക്ക് പരിചയപ്പെടുത്തി. ശ്യാം ബെനഗലിന്റെ വിയോഗം ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഒരു യുഗത്തിന്റെ അവസാനം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, അമൃത TV.